അമ്മേ നാരായണ, ദേവി നാരായണ. തിരുവില്ലാമല കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ ഞങ്ങൾ ചിത്രീകരിച്ച രണ്ടാം ഭാഗം ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഭക്തിയോടുകൂടി കാണുക. ഹരി ഓം. അതുകൊണ്ട് ദുഃഖമില്ല, ശാന്തം, എപ്പോഴും സുഖം. എന്ത് കിട്ടിയാലും കുറഞ്ഞാലും കൂടിയാലും, കനപ്പെട്ടത് കിട്ടിയാലും കനം കുറഞ്ഞത് കിട്ടിയാലും, വലുപ്പം കൂടിയതാണെങ്കിലും കുറഞ്ഞാണെങ്കിലും എപ്പോഴും സുഖം, സന്തോഷം. ഇതാണ് വൈരാഗ്യം. അടുത്തത്, ഇതൊക്കെ എപ്പോഴാണോ മനസ്സിലേക്ക് വരുന്നത് അതുവരെ മാത്രമേ കർമ്മം ചെയ്യേണ്ടതുള്ളൂ. അതാണ് യാവത്ത് താവത്ത് എന്നുള്ള വാക്കിനർത്ഥം. ഏതുവരെയാണോ അതുവരെയാണ് ഇതിനർത്ഥം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആലോചിച്ചോളൂ, നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ സംഗതികൾ വരുന്നുണ്ട് എങ്കിൽ, അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറയ്ക്കാം. തദന്തേ ജൈവ സംയസ്യ സംശ്രയ ഗുരുവാത്മവൻ. അങ്ങനെ ഇതൊക്കെ മനസ്സിൽ വന്നു നേരക്കരെ ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നേരെ സംശ്രയേത് ഗുരുവിനെ ആശ്രയിക്കാം. ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ഗുരുനാഥനോട് പോയിട്ട് മറ്റൊരാളെ കുറിച്ച് അസൂയുണ്ട്, എനിക്ക് അങ്ങനെ പറ്റുന്നില്ല ഇങ്ങനെ പറ്റുന്നില്ല എന്ന് പറയരുത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇതിനൊക്കെ ആയ ശേഷം ഗുരുവിന്റെ അടുത്തേക്ക് പോയിക്കുന്നത് ആ ഗുരുനാഥൻ എങ്ങനെയുള്ള ഗുരുനാഥനായിരിക്കണം? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഭക്ത്യാ നിർവ്യാജയാ പുനഃ. ശ്രോത്രിയം, വേദമറിയാവുന്ന, ആ പറഞ്ഞ വേദത്തിൽ പറഞ്ഞ മാർഗങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഗുരുനാഥനെ കണ്ടുപിടിക്കുന്നത്. പറയാൻ എല്ലാവർക്കും പറയാൻ പറ്റും, പറയാൻ കുറച്ച് സാമർഥ്യം വെച്ചാൽ എന്തിനെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു, ശാസ്ത്രീയ സംഗീതത്തെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കാം, ഹൃദയ ശസ്ത്രക്രിയയെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കില്ലേ, ഹാർട്ട് ഓപ്പറേഷനെ കുറിച്ച് നല്ല ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്തിട്ട് എനിക്ക് പ്രസംഗിക്കാം. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഗംഭീരമായിട്ട് പ്രസംഗിക്കാം. പക്ഷേ ഒരു ഹൃദയം ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമോ? പറ്റും. ഇതാണ് വ്യത്യാസം. അപ്പോൾ നന്നായി പറയുന്ന, പഠിച്ചിട്ടുള്ള, അതൊക്കെ പ്രവൃത്തിയിൽ വരുത്തുന്ന നല്ല ഗുരുനാഥനെ കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ആ ഗുരുനാഥന്റെ കൂടെ പോയിരുന്നിട്ട് വേദാന്ത ശ്രവണം നിത്യവേണ. വേദാന്ത ശ്രവണം കൃത്യമായിട്ട് ചെയ്യാം. വേദാന്തം എന്താ പറയുന്നർത്ഥം? കേട്ടില്ലേ? നിന്റെ വേദാന്തം ഒന്നും പറയണ്ട. കേട്ടില്ലേ? എന്താ ഈ വേദാന്തം എന്ന് പറഞ്ഞാൽ? ഇതാണ് പ്രശ്നം. ചിലതൊക്കെ അറിയാൻ നമ്മളിങ്ങനെ കുറെ കാലം കേട്ടുകൊണ്ട് ചില വാക്കുകളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും അറിയാലോ എനിക്ക്. എന്താന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ? വേദത്തിന്റെ അന്തം വേദാന്തം, അങ്ങനെ പറയാൻ പറ്റണം. വേദത്തിന്റെ അന്തം വേദാന്തം. ശരി, വേദത്തിന്റെ അന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വേദത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം കുടികൊള്ളുന്ന ഭാഗമുണ്ട്. അതിന്റെ പേര് ഉപനിഷത്തുകൾ എന്നാണ്. ഉപനിഷത്തുകൾ. എത്ര ഉപനിഷത്തുണ്ട്? നമുക്ക് ആയിരക്കണക്കിന് ഉപനിഷത്ത് നമുക്കുണ്ട്. ആയിരക്കണക്കിന് ഉപനിഷത്തുകൾ നമുക്കുണ്ട്. പ്രധാനമായിട്ട് ഒരു 100-ലധികം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് 10 ഉപനിഷത്താണ്. അതുകൊണ്ട് പേര് വരും ദശോപനിഷത്ത് എന്ന് പറയും. കാരണം വരുമ്പോൾ നിങ്ങൾ ദശോപനിഷത്തുകൾ ഏതൊക്കെയാണ് അന്വേഷിച്ചിപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ പോരല്ലോ, വിട്ടും അന്ന ബുദ്ധി പിടിക്കലുണ്ട്. ദശോപനിഷത്ത് ഏതൊക്കെയാണെന്ന് ഇവിടെ എനിക്ക് നല്ലൊരു നാളെ പേപ്പർ എഴുതിയിട്ട് പ്രമുണ്ടാക്കി. എനിക്കല്ല, അമ്മയുടെ ഒന്ന് കൊണ്ടുവച്ചാണ്. അമ്മ നിർദ്ദേശം അനുസരിച്ച് ഈ കൊല്ലം നവാഹം നടത്താൻ വന്ന തിരുവേലി പറഞ്ഞതനുസരിച്ച് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് സമർപ്പിക്കാം. സംശയമില്ല, തമാശ പറയല്ല, നിർബന്ധമായിട്ട് കൊണ്ടുവന്നു. ദശോപനിഷത്തുകൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദശോപനിഷത്തുകൾ ഇത് വരേണ്ട അടിയിൽ ഓരോരുത്തരുടെ പേര് എഴുതാൻ നമുക്ക് സമർപ്പിക്കാം. നോക്കാമോ? ഒരു പ്രാവശ്യം എഴുതി നോക്കും. അപ്പൊ അത്രയും പഠിക്കും. ചെയ്യോ? എഴുതിലേക്ക് നാളെ കസേരകൾ കയറ്റി നിർത്തും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യും. തമാശ പറയില്ല, ഒന്ന് അന്വേഷിക്കും. ദശോപനിഷത്തുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ വർഷത്തിന്റെ പേര് ഞാൻ പറയാം, ഈശാവാസ്യം. ഒന്നാമത്തേത് ഞാൻ പറയാം. ബാക്കി 9 കണ്ടുപിടിച്ച് കൊണ്ടുവരാം നാളെ. അതാണ് ഇന്നത്തെ അസൈൻമെന്റ്. അപ്പൊ അത് പറഞ്ഞു. അങ്ങനെയുള്ള വേദാന്തം നിത്യനിരന്തരം തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കാം. തത്വമസ്യാമി വാക്യസ്യാമി നിത്യമർത്ഥം വിചാരയെ. തത്വമസീവതനായ വാക്കുകളുടെ അർത്ഥം നിത്യം നിരന്തരം വിചാരം ചെയ്യുക. ഐക്യതയെ ജായതയെ നിർഭയത്വം മന്ത്രൂപോഹി പ്രജായത. അറിവ് വർദ്ധിക്കുന്തോറും നമ്മളിങ്ങനെ ഭഗവതിയോട് അടുത്തടുത്തടുത്ത് വരും അർത്ഥം. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് മനസ്സിലാക്കൂ. ആത്മാവിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്ന ആ ശ്ലോകം അതേപോലെ ഇത് പറഞ്ഞിരിക്കുകയാണ്. ന ജായതേ മ്രിയതേ തത്കദാചിൽ നായം ഭൂത്വാ ന ബഭൂവ കശ്ചിൽ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അത് ശരീരം ഇല്ലാതാവുമ്പോൾ നശിച്ചു പോകുന്നില്ല.
അത് അജനാണ്. അജൻ ജനിക്കാത്തവൻ, അജ ജനിക്കാത്തവൻ. അപ്പൊ ജനിക്കാത്തതുകൊണ്ട് തന്നെ ഒരിക്കലും മരിക്കൂല എന്നർത്ഥം. എപ്പോഴും ഉള്ളതാണെന്ന് പദത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ള ആ ആത്മതത്വം അത് കൃത്യമായിട്ട് മനസ്സിലാക്കൂ എന്നത്. അതിനുശേഷം മന്ത്രസിദ്ധ്യുപായം എന്ന് പറയുന്ന 35-ാമത്തെ അധ്യായം. ഇതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് അഥവാ അടുത്തത് യോഗം എന്നൊരു വിഷയം പറയാൻ പോവാൻ. ഇത് പല പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. 35, 7-35 അത് നോക്കാം. അവിടെ കാണാം, യോഗം മദമഹേശാനീസാംഗം സംവിൽപ്രദായകം കൃതം യേന യോഗ്യോഹം ഭവേയം തത്വദർശനേ. എങ്ങനെയാണ് യോഗം? അപ്പോ യോഗം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പല അർത്ഥത്തിൽ. പൊതുയോഗം കേട്ടിട്ടേ? അർത്ഥം അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും പല പല വ്യക്തികൾ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് വന്നു ചേരുന്നു. അവിടെ അർത്ഥം കൂടിച്ചേരുന്നത് യോഗം. യോഗം എന്ന വാക്കിന്റെ അവിടെയുള്ള അർത്ഥം കൂടിച്ചേരുന്നത്. ശരി, ഭക്തിയോഗം കേട്ടില്ലേ? കർമ്മയോഗം, ജ്ഞാനയോഗം കേട്ടില്ലേ? അവിടെ എന്താ അർത്ഥം? യോഗം എന്നാണ് ഭഗവത്ഗീതയിൽ അത് കേൾക്കും. അതിനർത്ഥം യോഗം എന്നുള്ള വാക്കിന് അവിടെയുള്ള അർത്ഥം വഴി എന്നാണ് അർത്ഥം. ഓരോ വാക്കിനും ഓരോ സമയത്ത് ഓരോ അർത്ഥമാണ് ഉണ്ടായിരിക്കുക. രണ്ടാമത് പറഞ്ഞതനുസരിച്ച് ഭക്തി എന്ന വഴി, മറ്റത് കൂടിച്ചേരുക. അപ്പൊ കൂടിച്ചേരുക എന്നുള്ള അർത്ഥത്തില് വഴി എന്ന അർത്ഥത്തിലും യോഗശബ്ദം പ്രയോഗിക്കും. ഇവിടെ പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ്. ഇവിടെ പറഞ്ഞത് അഷ്ടാംഗ യോഗം. യോഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ 8 അംഗങ്ങളോട് കൂടിയതാണ്. അതേതൊക്കെയാണ്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ 8 എണ്ണമാണ്. ഈ 8 എണ്ണത്തിൽ ഓരോന്നും നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ആദ്യം എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ യോഗം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് യോഗാസനം ആണ്. യോഗാസനം എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ ഇരിപ്പാണ്, പ്രത്യേക രീതിയിലുള്ള ഒരു സംവിധാനമാണ്. കാല് ഇങ്ങോട്ട് വെച്ച് മറ്റേ കാര്യം ഇങ്ങോട്ട് വെച്ചിട്ട് വയ്ക്കുന്ന ഒരുതരം പത്മാസനം, വജ്രാസനം, കുക്കുടാസനം, ലൗകാസനം, പർവ്വതാസനം, അനവധി ആസനങ്ങളുണ്ട്. ഇതൊക്കെ മാത്രമാണെന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ യോഗ എന്നത് യോഗാസനം എന്ന് മാത്രം ധരിക്കരുത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, 3ാമത്തത് മാത്രമാണ് യോഗാസനം. കാരണം യമം, നിയമം, ആസനം, ഈ യമവും നിയമവും പഠിച്ചുറപ്പിച്ച ശേഷം വേണം യോഗാസനത്തിലേക്ക് പോകാൻ. പക്ഷെ ഇത് പകരം വല്ലുണ്ടോ? ഇതൊന്നുമില്ല. വന്നോളൂ, ഇരുന്നോളൂ, മൂക്ക് പിടിച്ചോളൂ എന്നുള്ള രീതിയിലാണ്. അതാണ് പ്രശ്നം. അങ്ങനെയല്ല വേണ്ടത്. യോഗാസനം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ശരി, നോക്കാം. യോഗോ നൃഷ്ടേന ഭൂമോരസാദനേക്യം ജീവാത്മനോ രാഹുർയോഗം യോഗവിശാരദ. വാസ്തവത്തിൽ യോഗം എന്ന വാക്കിന്റെ അർത്ഥം ജീവാത്മാവ് പരമാത്മാവോട് ചേരുന്നതാണ് യോഗം എന്ന് പറഞ്ഞു. തത്പ്രത്യൂഹാഷാഖ്യാത യോഗവിഘ്നകരാലഘ കാമക്രോധോ ലോഭമോഹോ മതമാത്സര്യ സത്യകവും. ഈ യോഗത്തിന്, ജീവാത്മാവ് പരമാത്മാ സംയോഗത്തിന് അഥവാ മോക്ഷത്തിന് എപ്പോഴും തടസ്സമായി നിൽക്കുന്നത് 6 എണ്ണമാണ്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കുറയ്ക്കാൻ ശ്രമിക്കണം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം. ഈ 6 എണ്ണങ്ങളാണ്. ഇത് ഓരോന്നും നോക്കാം. കാമം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ആഗ്രഹം. അത്രയും കാമം. കാമം എന്ന വാക്കിന്റെ അർത്ഥം കേൾക്കുമ്പോഴത്തേക്ക് ലൈംഗികപരമായ വിഷയത്തിൽ വിചാരിക്കരുത്. കാമം എന്ന വാക്കിന്റെ അർത്ഥമുള്ളൂ ആഗ്രഹം. അത്രയും ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും, ക്രോധം ഉണ്ടാവും. അടുത്തത് ആഗ്രഹം ഉണ്ടായി, അത് നടന്നു കഴിഞ്ഞാലാണ് അടുത്ത വിഷയം വരെ ലോഭം. ലോഭം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ലോഭം എന്ന് പറഞ്ഞാൽ കിട്ടിയത് പോരാ, ഈ വിചാരമാണ് ലോഭം. കിട്ടിയത് പോരാ എന്നുള്ള വിചാരമാണ് ലോഭം. അപ്പൊ കാമം ഉണ്ടായി, കിട്ടിയില്ലെങ്കിൽ ക്രോധമായി, ഇനി അഥവാ കിട്ടിക്കഴിഞ്ഞാൽ ക്രോധമായി. അടുത്തതോ മതം. കിട്ടിക്കഴിഞ്ഞാലാണ് മതം ഉണ്ടാവുക. ഒരു വക സാധനം കഴിക്കാത്തവണ് അഹങ്കാരം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഉണ്ടാണോ? കണ്ണു കൊണ്ടുണ്ടാണോ? ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അഹങ്കാരം ഉണ്ടാവുമോ? ഉണ്ടാവോ? ഇല്ല. അഹങ്കാരം ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവണം. അപ്പൊ കിട്ടിയത് പോരാന്ന് വിചാരിച്ച് കൂട്ടിവെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് വരും അഹങ്കാരം, മതം. അടുത്തതോ മതം കഴിഞ്ഞാൽ പിന്നെ മാത്സര്യം. മാത്സര്യം ആരോടെ ഉണ്ടാവുക? ഇപ്പോ ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനോട് എനിക്ക് വല്ല മത്സരമുണ്ട്.
കേരളത്തിലെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ബിൽഡറോട് എനിക്ക് വല്ല മത്സരമുണ്ട്. അപ്പൊ ആരുടെ മത്സരം ഉണ്ടാവുക? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളവരോടാണ് മത്സരം ഉണ്ടാകുന്നത്. അപ്പൊ എനിക്ക് മത്സരം ഉണ്ടാവണമെങ്കിൽ എന്റെ മേഖലയിലുള്ളവരോട് മത്സരം ഉണ്ടായി വരും. പറഞ്ഞു വരുന്നത് മത്സരം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും കയ്യിൽ ഉണ്ടാവണം. അഹങ്കാരം കഴിഞ്ഞ അടുത്തതാണ് മത്സരം, മാത്സര്യം. അപ്പോ ഇതിങ്ങനെ ഓരോന്ന് പുരോഗമിച്ച് വരുമ്പോൾ ആദ്യത്തെ കാമം എന്നുള്ള ദുരിതമില്ലെങ്കിൽ ബാക്കി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? കാമത്തെ നിയന്ത്രിക്കണം അർത്ഥം. അപ്പൊ ഇങ്ങനെ അടുക്കി മേലേക്ക് വെച്ച ഒരു ചീട്ട് പൊട്ടാറെന്ന് ഇരിക്കാം. അടിയിലെന്താ കാമൊക്കെ തട്ടി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കഴിയും. അപ്പോ കാമം കുറച്ചാൽ മതി, ബാക്കിയൊക്കെ പിന്നെ കഴിക്കുന്ന അർത്ഥം. കാമം കുറഞ്ഞാൽ ആഗ്രഹം കുറയ്ക്കാം. എന്തിനാണ് ആഗ്രഹം കുറയ്ക്കുന്നത്? ചിന്തിക്കൂ. ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് വിഷയം ഉണ്ടാവുക. എന്തൊരു കാര്യത്തോടും ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. രണ്ടല്ലേലും അല്ലേ? രണ്ടേലും ഫലം. കിട്ടിയാൽ എന്തൊക്കെ ഉണ്ടാവുക? കിട്ടിയ എത്ര കാലം സന്തോഷം ഉണ്ടാവും? 12 കൊല്ലം പ്രയോഗിച്ചിട്ട് കല്യാണം കഴിച്ചതാ രണ്ടുപേര്. 12 കൊല്ലം ആ സന്തോഷം ഉണ്ടാവോ? ഒരു സംശയമില്ല. പറഞ്ഞു കഴിഞ്ഞു പ്രയോഗിക്കാം, ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു സംശയമില്ല. ഇനി അതിന്റെ പകുതി കാലെങ്കിലും സന്തോഷം ഉണ്ടാവും. 6 കൊല്ലം സ്വസ്ഥായിട്ട് ബഹളം കണ്ടിരിക്കുമോ? സംശയം. അതിന്റെ 3-1 അഥവാ 4-1 3 കൊല്ലെങ്കിലും സ്വസ്ഥായിട്ട് ഒരു ബഹളം കണ്ട മാതൃകാപരമായിട്ട് നോക്കൂ. എന്തൊരു സുന്ദരമായ ഭാര്യ, എന്തൊരു സുന്ദരിയായ ഇങ്ങനെ പറയാൻ പറ്റുമോ? 3 കൊല്ലെങ്കിലും അറിയില്ല. പറഞ്ഞു വരുന്നത് അനവധി കാലം ആഗ്രഹിച്ചിട്ട് കിട്ടിയ വിഷയം പോലും നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എത്ര കാലം? കൃത്യമായിട്ട് ആഗ്രഹിക്കണം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആഗ്രഹം ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ 2 ഫലം. ഒന്നുകിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. കിട്ടിയാലുള്ള വിഷയമാണ് ഞാനിപ്പോ പറഞ്ഞത്. 8 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. 8 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. 5 കൊല്ലം ആഗ്രഹിച്ചിട്ട് വാങ്ങിയ കാറാണ്. 10-12 മാസം ഒരിടത്തേക്കും പുറത്തേക്ക് ഇറങ്ങാണ്ട് അടച്ച് കൂട്ടി ഇരുന്നിട്ട് പഠിച്ച് കിട്ടിയ ജോലിയാണ്. ഇതുകൊണ്ട് അപാരമായ ഒന്നും വേണ്ട, കഴിഞ്ഞുവല്ല ജീവിതം, സഫലമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ്. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കാലം അതുകൊണ്ട് സന്തോഷം. ഇനി കിട്ടിയില്ലെങ്കിലോ പറയേണ്ട ആവശ്യമില്ല, അപ്പോഴേ ദുഃഖമായി. അപ്പൊ ഇതാണ് ആഗ്രഹത്തിന്റെ വിഷയം. അതുകൊണ്ടാണ് ആഗ്രഹത്തെ നിയന്ത്രിക്കണം എന്ന് പറയാ. ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ പറയുന്നതിന്റെ കാരണം കിട്ടിയാലുള്ള ഗുണം ഇങ്ങനെയൊക്കെയാണ്, കിട്ടിയില്ലെങ്കിലും പ്രശ്നം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആഗ്രഹമേ ഇല്ലെങ്കിലോ സ്വസ്ഥം, ശാന്തം, കിട്ടുന്നതൊക്കെ സുന്ദരം, കിട്ടുന്നതൊക്കെ സമാധാനം, ശാശ്വതമായിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് ആഗ്രഹത്തെ നിയന്ത്രിക്കാം. ആഗ്രഹത്തെ നിയന്ത്രിച്ചാലുള്ള ഗുണമാണ് കാമമില്ലെങ്കിലുള്ള ഗുണമാണ് ബാക്കിയുള്ള വിഷയങ്ങളൊന്നും ഒരു വിഷയമില്ലാത്തർത്ഥം. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ പരമാത്മ സംയോഗത്തിന് വിപരീതമായി നിൽക്കുന്ന വിഷയങ്ങൾ. ഇനി അഷ്ടാംഗയോഗത്തിലേക്ക് വന്നാലോ ഇത് ആദ്യം മനസ്സിൽ ഉറപ്പില്ല. കാമക്രോധ ലോഭ മോഹ മത മത്സരം എന്നിവ കുറയ്ക്കാൻ അധികമായിട്ടുള്ള ആഗ്രഹം കുറക്കണം. ശരി, അടുത്തത് പറഞ്ഞു അഷ്ടാംഗയോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് പറയാം. യമം എന്ന വാക്ക് നോക്കാം. യമം എന്ന വാക്ക് എന്തൊക്കെ ചേർന്നാലാണ് യമം ആവുക? മനസ്സിലാവുന്നില്ലേ? നമ്മൾ പറയുന്നത് അഷ്ടാംഗയോഗത്തെ കുറിച്ചാണ്. 8 എണ്ണമാണത്. അത് ഓരോന്ന് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് യമമാണ്. യമം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറയുകയാണെങ്കിൽ നോക്കോളൂ. 6ാമത്തെ ശ്ലോകം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ദയ, ആർജവം, ക്ഷമ, ധൃതി, മിതാഹാര, ശൗചം. ഇങ്ങനെ 10 എണ്ണം ചേർന്നാലാണ് യമം ആവുക. എളുപ്പം ഏകഴി ഈ 10 എണ്ണം കൂടിയുള്ള യമം അധികനെ വേറെ കഴിയുന്നെങ്കിൽ ഓരോ അഹിംസ. അഹിംസ പാലിക്കാൻ എത്ര രൂപ ചെലവ് വരും? എത്ര പൈസ ചെലവ് വരും അഹിംസ പാലിക്കാൻ? ബുദ്ധിമുട്ടില്ലെങ്കിൽ അറിയുന്നു. പൈസ ചെലവുള്ള കാര്യം വല്ലതും ഞാൻ ജോലി ചെയ്യാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പൈസ ചെലവ് ചേർന്ന് ചെയ്യേണ്ടി വരുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ എന്താണ് 10 പൈസ ചെലവില്ലാണ്ട് നമുക്ക് ഇന്ന് ഈ നിമിഷം മുതൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒരു പൈസ ചെലവില്ല, ലാഭം ഉണ്ടാവുകയും ചെയ്യും നല്ലോണം. എന്താ ലാഭം? മനസ്സിന്റെ ശാന്തി. അതുകൊണ്ട് പൈസയെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. അഹിംസ പാലിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റ് ഈ എക്സസൈസ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചാലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ധാരണ നിർത്തി നോക്കണം, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അഹിംസ പഠിക്കുന്ന ഒരു പ്രയാസത്തിന്റെ പ്രശ്നം. എന്ത് ചെയ്താൽ മതി? എന്താണ് അഹിംസ? ചിന്തിക്കൂ. അഹിംസ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹിംസിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് ഹിംസിക്കുന്നതിനുള്ള ലക്ഷ്യം? ശരിയെ എങ്ങനെയൊക്കെയാണ് അഹിംസ?
ഹിംസ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് വാട് കൊണ്ട് വെട്ടുന്നത്, ശൂലം കൊണ്ട് കുത്തുന്നത്, ഇതൊക്കെയല്ലേ ഹിംസ എന്ന് പറയുമ്പോൾ. ബോംബിടുന്നത്, യുദ്ധം ചെയ്യുന്നത്, ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനം താഴത്തേക്ക് ബോംബ് വർഷിക്കുന്നത്, ഇതൊക്കെയാണ് ഹിംസ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം. വാസ്തവത്തിലാണോ? അത് മാത്രമാണോ? കാര്യം ഏതൊരാളും ഇപ്പൊ എനിക്ക് ഒരാളെ കണ്ടിട്ട് ആദ്യം തോന്നുന്ന ശത്രുത തോന്നിക്കഴിഞ്ഞാൽ ആദ്യം തോന്നുന്ന നല്ല കാലം വർത്തമാനം പറയണം തോന്നും. നല്ല കാലം വർത്തമാനം പറയണം തോന്നും. ഞാൻ പറയും, പറഞ്ഞിട്ട് ഒരു തരത്തിലും അയാൾക്കൊരു കൂസലില്ല. അയാൾക്ക് അതിനേക്കാൾ ശക്തമായിട്ട് എന്നോട് ഇങ്ങോട്ട് പറയാൻ പറ്റുന്നുണ്ട് എന്ന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനി അടിയേ പറ്റുള്ളൂ, അടിക്കും. അപ്പോ മനസ്സുകൊണ്ടുള്ള ഹിംസ വാക്കിലേക്ക് വന്നോ, വാക്ക് പോരാതെ വന്നോ, ഇനി എന്ത് ചെയ്യണം? അടിക്കണം. അത് കായികമായ ഹിംസ. കൈകൊണ്ട് അടിച്ചിട്ടോ അയാൾക്കൊരു വേദനയില്ല, അയാൾക്ക് അവിടെ ഇതിന്റെ തിരിച്ചുകൊണ്ട് ഒന്നും കിട്ടും. അടികൊണ്ടിട്ടൊന്നും അയാൾക്കൊരു വേദനയും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ വാളുകൊണ്ട് വെട്ടണം. അപ്പൊ അതെന്ത് ചെയ്യും? അത് ആയുധം കൊണ്ടുള്ള ഹിംസയാണ്. ഇനി വാളുകൊണ്ട് വെട്ടണമെങ്കിൽ അടുത്ത് പോകണം, അടുത്തേക്ക് പോകാനേ താല്പര്യമില്ല, ദൂരെ നിന്ന് വെടിവെച്ച് കൊന്നേക്കാം, ദൂരെ നിന്നിട്ട് ബോംബിട്ട് കൊന്നേക്കാം എന്നിരിക്കും. ഇങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ബോംബിടുന്നത്, ബോംബുകൊണ്ട് വെടിവെക്കുന്നത് ഒക്കെ ചിന്തിച്ചാൽ പുറകോട്ട് ഓരോന്നായി പോയാൽ ആദ്യം ഹിംസ ഉണ്ടാവുന്നത് എവിടെയാണ്? മനസ്സിലാണ്. സംശയമില്ലല്ലോ. ആദ്യം ഹിംസ ഉണ്ടാവുന്നത് മനസ്സിലാണ്. ആ ഹിംസ വാക്കിലൂടെ പുറത്ത് വരും, പിന്നീട് ശരീരം കൊണ്ടുവരും, പിന്നെ ആയുധം കൊണ്ടുവരും. മനസ്സിലായില്ലേ? സംശയമില്ല. അപ്പൊ ആയുധം കൊണ്ടുള്ള ഹിംസ പോണെങ്കിൽ കൈയോടുള്ള ഹിംസ പോകണം. കൈയോട്ടുള്ള ഹിംസ പോകണമെങ്കിൽ വാക്കുകൊണ്ടുള്ള ഹിംസ പോകണം. വാക്കുകൊണ്ടുള്ള ഹിംസയും പോകണമെങ്കിൽ എന്ത് വേണം? മനസ്സിൽ നിന്ന് ഹിംസ പോകണം. മനസ്സിൽ നിന്ന് ഹിംസ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ ഹിംസിക്കോ? എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളൂ, ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും വിചാരിക്കോ? ഒരു കാരണവശാലും വിചാരിക്കില്ല. അതിപ്പോ ഇവിടെ ഉള്ളപ്പോഴും വിചാരിക്കില്ല, ഒന്ന് പോയാലും വിചാരിക്കില്ല. സത്യം. ഇവിടെ ഉള്ളപ്പോഴും ഞാൻ വിചാരിക്കില്ല നിങ്ങളെ കുറിച്ച് മോശമായിട്ട്, ഇവിടുന്ന് പോയാലും നിങ്ങളെ കുറിച്ച് ഞാൻ മോശമായിട്ട് ഒരു കാരണം പോലും വിചാരിക്കില്ല. എനിക്ക് നിങ്ങളോട് സ്നേഹം നമുക്കില്ല. കാരണം 10 വയസ്സിലേക്ക് ചെലവില്ലാത്ത അതുകൊണ്ട് സ്നേഹമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ സ്നേഹിക്കാം. സ്നേഹിക്കാന്ന് പറഞ്ഞാണ് സ്നേഹത്തിലുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സ്നേഹത്തിന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ തെറ്റിദ്ധരിച്ചാൽ. അപ്പൊ നമുക്ക് ആലോചിക്കാം, സ്നേഹം, പ്രേമം, കാമം ഇതൊക്കെ ഒന്നാണോ? ആണോ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് നന്മ ഉണ്ടാവണേ എന്നുള്ള വിചാരമാണ് സ്നേഹം. കാമമോ? കാമം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ചിന്തയാണ് കാമം. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തോട് താല്പര്യം, നിങ്ങളുടെ കയ്യിലെ ബാഗിലെ പൈസയോട് താല്പര്യം, നിങ്ങളുടെ കയ്യിലെ മാലയോട് വളയോടൊക്കെ താല്പര്യമില്ല. ഇതാണ് വാസ്തവത്തിൽ കാമം. കാമം തെറ്റാണ്. സ്നേഹത്തിന് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും പുരോഗതി, നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കാൻ ഇത് വിചാരിച്ചു വരും. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടം വരും. കാമമാവുമ്പോൾ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രൂപം മാറിയ കാമമാണ് സ്നേഹത്തിന്റെ രൂപത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് 2 ദിവസം സ്നേഹം എന്ന് പറയും, 3-ാമത്തെ വയസ്സിൽ പോയിട്ട് ഒത്തു നോക്കും, പിച്ച് നോക്കും, വാങ്ങി നോക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, ഇതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ്. സ്നേഹത്തിന്റെ വിഷയത്തിൽ ശരീരവുമായിട്ട് യാതൊരു ബന്ധമില്ല. ശരീരവുമായിട്ട് സ്നേഹത്തിന് യാതൊരു ബന്ധമില്ല. അത് ശരീരത്തിന് അടുത്ത് വന്നിരിക്കുമ്പോൾ കൂടില്ല, ശരീരം അകന്നു പോകുമ്പോൾ കുറയുമില്ല. ശരീരം അടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്ന വികാരമല്ല സ്നേഹം. ചിന്തിക്കും, ഞാൻ പറഞ്ഞ മാത്രം. ശരീരം അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞു പോകില്ല സ്നേഹം. ശരീരത്തെ എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്ന വികാരമല്ല. അതിന്റെ പേര് സ്നേഹമെന്നല്ല, അതിന്റെ പേര് കാരണമാണ്. മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ടാണ് കവികൾ പറയുന്നത് മാംസനിബദ്ധമല്ല രാഗം. ശരീരത്തിനോട് തോന്നുന്നത് അഭിനിവേശമല്ല വാസ്തവത്തിൽ സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അപ്പുറത്തുള്ള വലിയൊരു വികാരമാണ്. മനസ്സിലാകുന്നില്ലേ? ഇതൊക്കെ നിങ്ങളുടെ ചെറിയ പെൺകുട്ടികളോട് പ്രേമം പറഞ്ഞു കൊടുക്കണം. സ്നേഹമാണ് ഏറ്റവും കുട്ടിയോട് സ്നേഹമാണ്, നല്ലതാവട്ടെ, സ്നേഹിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ കാമം ആണെങ്കിൽ ഇപ്പോൾ ചിന്തിക്കണം എന്ന് പറയും. കാമമാണ് വിഷയം ഉണ്ടാക്കേണ്ടത്. സ്നേഹത്തിന് ഒരു കുഴപ്പമില്ല. സ്നേഹം എപ്പോഴും നല്ല സ്നേഹം വേണം. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ 3 കാലിൽ വരും എന്ന് പറഞ്ഞാൽ 3 കാലിൽ വരുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് അവിടെ ഇരിക്കട്ടെ, കുറച്ചായിട്ട് പോകാൻ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം വേണം, അപ്പോഴേ നിങ്ങളെ ശ്രദ്ധിച്ചെന്നോട് കേൾക്കുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് സ്നേഹം വേണ്ടേ? അപ്പോഴേ ഭക്ഷണങ്ങളൊക്കെ കഴുകി വൃത്തിയായിട്ട് പാചകം ചെയ്യും. പെരുന്നാൾക്ക് സ്നേഹമുണ്ട്. അപ്പോഴേ ചീറ്റോട് കേൾക്കും. ആർക്കും സ്നേഹം വേണ്ടാത്തത് എല്ലാവർക്കും എപ്പോഴും എല്ലാവരോടും സ്നേഹം വേണം. അതുകൊണ്ടാണ്
സ്നേഹമാണ് അഖിലസാരമൂലിയിൽ. സ്നേഹമാണ് അഖിലസാരമൂലിയിൽ. അപ്പൊ ഈ സ്നേഹം ഉണ്ടാവലാണ് ഹിംസ ഇല്ലാതിരിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോ ശ്രദ്ധിക്കൂ, സ്നേഹമാണ് വാസ്തവത്തിൽ അഹിംസ. അഹിംസ സമം സ്നേഹം. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം മനസ്സിന്റെ ഉള്ളിൽ ഹിംസ എന്ന വിചാരമുണ്ടെങ്കിൽ ഒരിക്കലും സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. സ്നേഹമില്ലാത്ത ആളെ ഹിംസിക്കുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ ഹിംസിക്കും. അപ്പൊ അഹിംസ എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം. ഇനി ഒരു ചോദ്യം കൂടി ചിന്തിപ്പിക്കുകയാണ് ഞാൻ. ഒരാൾ അഹിംസാവാദിയാണ് എന്നുള്ള മാത്രം അഹിംസാവാദിയാവുന്നില്ല. അയാൾക്ക് എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിലേ അഹിംസാവാദിയാവുന്നു. അങ്ങനെ വരുമ്പോ ഒറ്റ വാക്കിൽ നമ്മൾ ചുരുക്കാൻ പോവാണ്, സ്നേഹത്തിന്റെ പ്രഭാവമാണ് അഹിംസ, ഹിംസയുടെ അഭാവമല്ല അഹിംസ. മനസ്സിലായോ? ഹിംസ ചെയ്യാതിരുന്നു എന്നുള്ളത് മാത്രം സ്നേഹം അഹിംസയാവുന്നില്ല. സ്നേഹമുണ്ടെങ്കിലേ അഹിംസയാവുന്നു അർത്ഥം. ശരി, ആ അഹിംസ ഒരു വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് സത്യം. സത്യം പാലിക്കണം. എന്താ സത്യം എന്ന് പറഞ്ഞാൽ? സത്യത്തെ കുറിച്ചുള്ള ഗംഭീരമായ കഥ നമ്മൾ നേരത്തെ ഹരിശ്ചന്ദ്രന്റെ കഥയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും കളവ് പറയാതിരിക്കാം, സത്യം മാത്രം പറയുക, പറഞ്ഞ വാക്ക് പാലിക്കുക, സത്യത്തിന് വേണ്ടിയിട്ട് മറ്റെന്തും നഷ്ടപ്പെടുത്തുക. ഇതൊക്കെയാണ് നേരത്തെ ഹരിശ്ചന്ദ്ര കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോ സത്യം എപ്പോഴും പറയേണ്ടതാണ്. അതുകൊണ്ടാണ് വേദത്തിലൊരു മന്ത്രമാണ്, വേദത്തിലെ നമ്മുടെ ഉപനിഷത്തിലെ ഒരു വാക്യമാണ് സത്യമേവ ജയതേ. ഏത് ഉപനിഷത്താണ്? പറഞ്ഞില്ലേ, 10 ഉപനിഷത്ത് പഠിക്കണം, പേര് പറയേണ്ട പറഞ്ഞില്ലേ. അതിൽ പെട്ട ഒരു ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള വാക്യമാണ് സത്യമേവ ജയതേ. ഇനി മറ്റൊരിടത്ത് പറയുന്നു, സത്യം അല്ലാതെ കളവ് ആര് പറയുന്നുവോ അവൻ വേരോടുകൂടി ഒടിഞ്ഞു പോകുന്നു. സമൂലം പരിശുഷ്യതി, സമൂലം പരിശുഷ്യതി യോ അനൃതമഭിവദതി. ആരാണോ കളവ് പറയുന്നവൻ അവൻ വേരോടുകൂടി ഉണങ്ങി കരിഞ്ഞു പോകുന്ന. ഒരു കാരണവശാലും കളവ് പറയരുത്, സത്യം മാത്രമേ പറയാവൂ. അപ്പോ സത്യം മാത്രമേ പറയാവൂ എന്ന് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് നടക്കണ്ട. അതും വളരെ പ്രധാനമാണ്. നമുക്കറിയാവുന്ന സത്യങ്ങളൊക്കെ അനാവസരത്തിൽ അനാവശ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി തീരുന്നത്. അതുകൊണ്ട് എന്ത് വേണം? സത്യം മാത്രമേ പറയാവൂ, സത്യം പറയേണ്ട സമയത്തേ പറയാവൂ. ഇനി ചില സത്യങ്ങൾ അനാവശ്യമായിട്ട് പലരോട് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി തീരും. അവിടെ ശ്രദ്ധിക്കണം, പറയേണ്ടവരോടെ പറയാവൂ, പറയേണ്ട സമയത്തെ പറയാവൂ. അപ്പൊ ഇതെങ്ങനെ ഒന്ന് നിർവചിക്കാം? ശ്രദ്ധിച്ച് കേൾക്കൂ. പറയേണ്ട വാക്ക്, പറയേണ്ട വ്യക്തി, പറയേണ്ട സമയത്ത്, കേൾക്കുന്ന വ്യക്തി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പറയേണ്ടതുപോലെ പറയണം. ഞമ്മൾ പറഞ്ഞില്ലേ, മൂക്കുത്തി വീണുന്നുള്ള കഥ ഇവിടെ പറഞ്ഞില്ലേ? അതാണ് സത്യം. ആ സത്യം എപ്പോഴും പാലിക്കണം. അടുത്തത് അസ്തേയം. അധികമായിട്ട് സ്തേയം, കളവ് ചെയ്യരുത്. അധികമായിട്ട് ശേഖരിച്ച് വെക്കരുത്. അതാണ് കളവ്. Radhe
ഗോവിന്ദ ജീവന ശരണം ഗോവിന്ദ ഗോവിന്ദ. രാമനും വളരുമായി ഓടിവ ഓടിവ കണ്ണാവോടെ കുഴലൂതി കാടെല്ലാം പയ്യത്തിരി ബല രാമനും വളരുമായി തിരിക്കാകുകൾ കെട്ടി മുല്ലമാലയും മേലെ തട്ടി കുങ്കുമപ്പൊട്ടു തൊട്ടു കള്ള പുഞ്ചിരി തൂകി തൂകി തിരിക്കാകുകൾ കെട്ടി മുല്ലമാലയും മേലെ തട്ടി കുങ്കുമപ്പൊട്ടു തൊട്ടു കള്ള പുഞ്ചിരി തൂകി തൂകി ഓടിവ ഓടിവ കണ്ണാവോടെ കുഴലൂതി നാടെല്ലാം പയ്യത്തിരി രാമനും വളരുമായി രാമനും വളരുമായി കണ്ടുകോടികൾ കെട്ടി നല്ല മഞ്ഞ പുഞ്ചേല ചുറ്റി കാലിൽ ശീലം പഠിച്ചു കയ്യിൽ കാലി വയ്ക്കുന്ന പോലും കാലച്ച മോതിരവും വനമാലയും കാട്ടികൾ ഏലസും പൊന്തിലമ്പും ഓടിവ ഓടിവ കണ്ണാവോടെ കുഴലൂതി നാടെല്ലാം പയ്യത്തിരി രാമനും വളരുമായി രാമനും വളരുമായി കുട്ടിക്കാൽ കൊണ്ടു താളം മെല്ലെ വച്ചു നടന്നു കണ്ണൻ പുണ്യമാമമ്പാടിയും പരിപൂർണമാമമ്പാടിയും അമ്പാടി കണ്ണീരുള്ള കൊച്ചു കണ്ണനെ കണ്ടിടുകിൽ ജന്മം സഫലമാകും നരജന്മം സഫലമാകും ഓടിവ ഓടിവ കണ്ണാവോടെ കുഴലൂതി കാടെല്ലാം കയ്യത്തെടി രാമനും വളരുമായി കാടെല്ലാം കയ്യത്തെടി രാമനും വളരുമായി വേദാന്ത പൊന്തതിരെ എന്റെ ആനന്ദത്തിലെ ആദരവിന്ദത്തോര എനിക്കാധാരം നീയേ ദേവാ വേദാന്ത പൊന്തതിരെ എന്റെ ആനന്ദത്തെ കുഴമ്പേ ആദരവിന്ദത്തോര എനിക്കാധാരം നീയേ ദേവാ ഓടിവ ഓടിവ കണ്ണാവോടെ കുഴലൂതി നാടെല്ലാം പയ്യത്തിരി രാമനും വളരുമായി പീലിക്കാകുകൾ കെട്ടി മുല്ലമാലയും മേലെ ചാത്തി കുങ്കുമപ്പൊട്ടു തൊട്ടു കള്ള പുഞ്ചിരി തൂകി തൂകി ഓടിവ ഓടിവ കണ്ണാവോടെ കുഴലൂതി കാടെല്ലാം പയ്യത്തിരി രാമനും വളരുമായി ബലരാമനും വളരുമായി ബലരാമനും വളരുമായി. അഥാവശ്രൂയതാം പുണ്യം സന്ധ്യോപാസനമുത്തമം ഭസ്മധാരണമാഹാത്മ്യം കഥിതം ചൈവ വിസ്തരാത്. പ്രാതസന്ധ്യാവിധാനം ച കഥയിഷ്യാമി തേനഘാ പ്രാതസന്ധ്യാം ച നക്ഷത്രം മധ്യാഹ്നേ മധ്യഭാസ്കരം സസൂര്യാം പശ്ചിമാം സന്ധ്യാം തിസ്രസന്ധ്യാമുപാസതേ തദ്ഭേദേനാപി വക്ഷ്യാമി ശൃണു ദേവർഷി സത്തമാ ഉത്തമാ താരകോപേത മധ്യമാ ലുപ്തതാരകാ
अथमा सूर्यसहिता प्रातःसन्ध्या त्रिधामता उत्तमा सूर्यसहिता मध्यमास्तमितेरवौ अथमा तारको भेदा सायं सन्ध्या त्रिधामता विप्रो वृक्षो मूलकन्यत्र सन्ध्या वेदशाखा धर्मकर्माणि पत्रम् तस्मान्मूलं यत्नतो रक्षणीयं चिह्ने मूलेनैव वृक्षो न शाखा सन्ध्यायेन न विज्ञाता सन्ध्यायेनुपासिता जीवमानो भवे शूद्रो मृतश्वा चैव जायते तस्मान्नित्यं प्रकर्तव्यं सन्ध्योपासनमुत्तमं तदभावेन्यकर्माद् यावदधिकारी भवेन्महि उदयात्मया ऊर्ध्वं यावत्सङ्घटिकात्रयं तावत् सन्ध्यामुपासीता प्रायश्चित्तं ततःपरं कालादिक्रमणे जाते चतुर्थाख्यं प्रदापयेन अथवा अष्टशतं देवीं जत्वा आदौ तां समाचरे यस्मिन् काले कर्म तत्कालाधीश्वरीं च तां सन्ध्यामुपासितश्चातो तत्कालीनं समाचरे गृहे साधारणा प्रोक्तागोष्ठे वै मध्यमा भवेत् नदीतीरे चोत्तमा च देवी गेहे तदुत्तमा ततो देव्या उपासेयं ततो देव्यास्तु सन्निधौ सन्ध्यात्रयं प्रकर्तव्यं तदानन्द्याय कल्पते एतस्या अपरं दैवं ब्राह्मणानां न विद्यते न विष्णोपासना नित्यं न शिवोपासना तथा यथा भवेन् महादेव्या गायत्र्या श्रुतिचोदिता सर्ववेदसारभूता गायत्र्यास्तु समर्चना ब्रह्मादयो विसन्ध्यायां ध्यायन्ति च वन्दिता वेदा च वन्दिता नित्यं वेदोपास्या तदस्मृता तस्मात् सर्वे दिगाशक्ता न शैवा न च वैष्णवा आदिशक्तिमुपासन्ते गायत्रीं वेदमातरम् प्राणवायम्य केशवादिगतामपि केशवच्च तथा नारायणो माधवेव च गोविन्दो विष्णुरेवाथा मधुसूदन एव च त्रिविक्रमो वामनश्च श्रीधरोऽपि च ततःपरम् ऋषिकेशो पद्मनाभो दामोदर ततःपरम् संघर्षणो वासुदेव प्रद्युम्नोऽप्यनिरुद्धः पुरुषोत्तमाथोक्तयो च नरसिंहोच्युतस्तथा जनार्दन उपेन्द्रश्च हरे कृष्णोऽन्तिमत्तदा ओङ्कारपूर्वकं नाम चतुर्विंशतिसङ्ख्यया स्वाहान्ते प्राशयेत् वारी नमोन्दे स्मरशेत् तथा केशवादि त्रिभिद्वित्वा द्वाभ्यां प्रक्षालयल्करौ मुखं प्रक्षालयेत् द्वाभ्यां मार्जनं तथा एकेन पाणि सम्प्रोक्ष्य पादावपि शिरोऽपि च सङ्कर्षणाद्यपानं द्वादशाङ्गानि संस्पृशेत् क्षीणेनोदकं पीत्वा वामेन संस्पृशेत् बुद्धा तावन्न शुद्ध्यते त्वयं यद्वा യാവൽവാമേന നസ്പൃശേൻ ഗോകൻ ഇവിടൊക്കെ പറയുന്നത് വെച്ചാൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കഥകൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടത്തെ കൈകൊണ്ട് അവിടെ തുടരുത് ഇടത്തെ കൈകൊണ്ട് ഇവിടെ ഇതൊക്കെ എങ്ങനെയാണ് പ്രസംഗിക്കാം ഞാനതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം പോയിക്കോളൂ ദക്ഷിണേന ഉദകം പിത്വ വാമേന സംസ്പൃശേൻ ബുദ്ധ ഇടത്തെ കൈയെ കൊണ്ടെടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ട് തൊട്ടിട്ടിങ്ങനെ ഇതൊക്കെ ആചരണം എന്നുള്ള കർമ്മങ്ങളൊക്കെ പറയാൻ അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടി ഇങ്ങനെ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ചില ഭാഗങ്ങളൊക്കെ വല്ലാണ്ട് ചുരുക്കേണ്ടി വരും എന്ന് പറയുന്നത് താല്പര്യം. ചിലവർ വിചാരിക്കുന്നത് കേട്ട് പരിചയമുള്ളവർ വിചാരിക്കുന്നത് വെച്ചാൽ അത് പറഞ്ഞോണ്ടോ ഇത് കൊണ്ടോ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ചിലത് പറയാൻ ബുദ്ധിമുട്ടാണ്. താപന്ന ശുദ്ധിതേതോയം യാവൽ വാമേന സ്പർശേ ഗോകർണാധികത്തേന മോഷമാത്രം ജലം പിബേൽ. ഗോകർണാധികം ജലം പിബേൽ, വെള്ളം കുറച്ച് കുടിക്കാം, ജപിച്ച് കുടിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ്. തഥാ ന്യൂനാധികം വിത്വാസുരാഭായി ഭവേദ്വികാസംഹത അങ്കുലിനാഥമയം പാണിനാഥോ മുക്താങ്കുഷ്ടകരിഷ്ഠാഭ്യാം ശോഷണേ ആചമനം വിദു പ്രാണായാമം കൃത്വാ പ്രണവസ്മൃതിപൂർവകം ഗായത്രീം ശിരസാ സാർദ്ധതുരീയപാദസംയുതം ദക്ഷിണേന ചരേ രോചയത് വയം വാമേന പൂരിതോദരം കുംഭേന ധാരേ നിത്യം പ്രാണായാമം വിദുർബുധാ പീഡയേ ദക്ഷിണാം നാഡീമങ്കുഷ്ഠേന തഥോത്തരം കനിഷ്ഠ അനാമികാഭ്യം തു മധ്യമം തർജനം ത്യജേത് രേചടപൂരകശൈവ പ്രാണായാമോത പുംഭക പ്രോച്യതേ സർവശാസ്ത്രേഷു യോഗിപ്രയതമാനസൈഃ രേചകസൃജ്യതേ വയം പൂരക പൂരയേതു തം സാമ്യേന സംസ്ഥിതയത്തൽ കുംഭക പരികീർത്തിതാം നീലോൽപളതലശ്യാമന്നാഭിമധ്യേ പ്രതിഷ്ഠിതം ചതുർഭുജം മഹാത്മാനം പൂരകേ ചിന്തയദ്ധരിം കുംഭകേ പ്രതിസ്ഥാനെ ധ്യായത്വ കമലാസനം പ്രജാപതിം ജഗന്നാഥം പിതൃഭക്തം പിതാമഹം രോചകേ ശങ്കരം ധ്യായനലാടസ്ഥം മഹേശ്വരം ശുദ്ധസ്ഫടിക സങ്കാശം നിർമ്മലം പാപനാശനം പൂരകേ വിഷ്ണു സായോജ്യം കുംഭകേ ബ്രഹ്മണോ ഗതി രോചകേന ത്രിയം പ്രാപ്നുയാ ഈശ്വരം വരം പ്രാഗാണ പൗരാണാചമനാദ്യം ച പ്രോക്തം ദേവഋഷിതത്തമാശൗ സൗതമാചമനാദ്യം ച ശ്രവ പാപാമഹം മുനേ
പ്രണവം പൂർവമുച്ചാര്യ ഗായത്രീം തൂതൃജം പാദാദോ വ്യാഹൃതിസ്തിസ്രാശ്രൗതാചമനമുച്യതേ ഗായത്രീം ശിരസാ സാർദ്ധം ച വേൽ വ്യാഹൃതിപൂർവികാം പ്രതി പ്രണവസംയുക്തം ത്രിലയം പ്രാണസംയമ സലക്ഷണം തു പ്രാണാനാമയാമം കീർത്തിരേധുരാം പാപേകശമനം മഹാപുണ്യഫലപ്രദം പഞ്ചാംഗുലിഭിർനാസാഗ്രം പീഡയൽ പ്രണവേന തൂ സർവപാപകരാമുദ്രാവാനപ്രസ്ഥഗൃഹസ്ഥയോः കനിഷ്ഠികാനാതുരങ്കുഷ്ഠൈരദേശബ്രഹ്മചാരിണ ആപോഷ്ഠേതി ത്രിസിഭിः പ്രോക്ഷണം ന്യാസ്യാൽ കുശോദകൈർഗന്ധേ മാർജനകുജൽപാദം ദേവാസമാഹിത നവപ്രണവയുക്തേന ആപോഹിഷ്ഠാത്യനേന തോ നശ്യേദം മാർജനേന സംവത്സരസമുദ്ഭവം ആചമനം കൃത്വാ സൂര്യശ്ചേതീപവേദവച അന്ധകരണസംഭിന്നം പാപം തസ്യ വിനശ്യതി പ്രണവേന വ്യാകൃതിർഗായത്ര്യ പ്രണവാദ്യയ ആപോഹിഷ്ഠേതി സൂക്തേന മാർജനം ജൈവകാരകേന ഉദ്ധൃത്യ ദക്ഷിണേ ഹസ്തേ ജലം ഗോകർണവൽപ്രദേ നീത്വാ തന്നാസികാഗ്രം ദുവാമകുക്ഷോസ്മരേദഹം പുരുഷം കൃഷ്ണവർണം ചാരുതം ചേതി പഠേതദാ ദ്രുപദാം ചാരുജം പശ്ചാത് ദക്ഷദാസാ പുരേണ ശ്വാസമാർഗേണ തദ്വാപമാനയൽകരവാരിണീനാവലോകേവ തദ്വാനേവ്യ വാമാഭാഗേഷു നിക്ഷുപേൽ നിഷ്പാവന്തു ശരീരം മേ സംജാതമേ ഭാവേൽ ഉത്ഥായതുത പാദോദ്ദോ സമ്മവൂ സംനിയോജയൽ ജലാഞ്ജലം ഗൃഹീത്വാദോ തർജന്യങ്കുഷ്ഠവർജിതം വീക്ഷ്യഭാനം ക്ഷിപേത് വാരികായത്ര്യാ ചാഭിമന്ത്രം ദേവാരം മുനിശാർത്തുലാ വിധീഷേ വിധിരേഷാഖ്യമോചനേ തദപ്രദക്ഷിണം ദിവ്യാദാസവാദിത്യമന്ത്രതാം മധ്യാഹ്നേ സകൃദേവസ്യ സന്ധ്യയോത്തോ ത്രിവാരതാ ഈശൻ നമ്ര പ്രഭാതേ തു മധ്യാഹ്നേ ദണ്ഡവസ്ഥിതാം ആസനേ ചോപവിഷ്ടസ്തു ദ്വിജസ്സായം ക്ഷിപേദപ ഉദകം പ്രക്ഷിപേദ്യസ്മാത് തത്കാരണമതശ്രണു ത്രിംശത്കോട്യമഹാവീരമന്ദേഹാ നാമരാക്ഷസ കൃതഘ്നദാരുണ ഘോര സൂര്യമിക്ഷന്തി ഖാദിതം തദോ ദേവഗണാ സർവേ ഋഷയച്ച തപോധനാവാസന്തേ മഹാസന്ധ്യം പ്രക്ഷിബന്തി ജലം ഉദകം ജലിം യജ്ഞന്തേ ദേവദൈത്യാസ്തേ വജ്രീഭൂതേന വാരിണ ഏതസ്മാൽ കാരണാത് വിപ്രാസന്ധ്യാം നിത്യോപാസതേ മഹാപുണ്യസജനം സന്ധ്യോപാസനം ഈജിതം അഖ്യാദംഗഭൂതമന്ത്രോയം പ്രോച്യതേ ശൃണുനാരദ ഇതുച്ചാരണമാത്രേണ സംഘം സന്ധ്യാവനം ഭവേൽ സോഹം അപ്പോസ്മ്യഹം ജ്യോതിരാത്മാ ജ്യോതിരഹം ശിവ ആത്മജ്യോതിരഹം ശുക്ല സർവജ്യോതിരസോസ്മ്യഹം ആഗച്ഛ വരദേ ദേവി ഗായത്രി ബ്രഹ്മരൂപിണി ജപാനുഷ്ഠാനസിദ്ധ്യർത്ഥം പ്രവിശ്യ ഹൃദയം മമ ഉത്തിഷ്ഠ ദേവി ഗന്ധവ്യം പുനരാഗമനായ ചാഖ്യേഷു ദേവി ഗന്ധവ്യം പ്രവിശ്യം ഹൃദയം മമ തദശുദ്ധസ്ഥലേനൈജ വാസനം സ്ഥാപയൽ ബുധാ തത്ര ആരോഗ്യജവേൽ പശ്ചാത് ഗായത്രീം വേദമാതരം അത്രൈവ ഖേജരി മുദ്രാ പ്രാണായാമുത്തരം മുനേ പ്രാതസന്ധ്യാഭിമാനേ ച കീർത്തിതാ മുനിഭുംഗവാദ തമ്മാമർത്ഥം പ്രപക്ഷ്യാമി സാദരം ശൃണുനാരദ ചിത്തം ജലദിഖേ സസ്മാ ജിഹ്വാചരദിഖേ ഗതാ ഭ്രുവോരന്തർഗതാ ദൃഢമുദ്രാ ഭവതി ഖേജരീന ചാസനം സിദ്ധസമം ന കുംഭസദശോരിരാന്ന ഖേജരീ സമാമുദ്രാ സത്യം സത്യം ഗതാരദ ഖണ്ഡാവൽ പ്രണവോച്ചാരാൻ വായു നിർജിത്യ തഥാസ്ഥിരാസനെ തിരുഭൂത്വ നിരഹങ്കാരോ നിരഹങ്കാരോ ബ്രഹ്മ ലക്ഷണം നാരദമുനേ ശൃണോ സിദ്ധാസനസ്യ യോനിസ്ഥാനകമഘ്രിമൂലഘടിതം കൃത്വാ ദൃഢം വിന്യസേൻ മേഢ്രേ പാദമഥൈകമേവ ഹൃദയേ കൃത്വാ സമം വിഗ്രഹം സ്ഥാണു സംയതിനോന്ദ്രിയചലാദൃശാപശ്യൻ ഭ്രുവോരന്തരം തിഷ്ഠന്യേതദീവ യോഗി സുഖദം സിദ്ധാസനം പ്രോച്യതേ ആയാതു വരദാ ദേവി അക്ഷരം ബ്രഹ്മ സംവിധം ഗായത്രി ഛന്ദസമാദിതം ബ്രഹ്മജുഷസ്വമേ യദന്നാഗുരുദേ പാപം തദന്നാ പ്രതിമുച്യതേ യദ്രാത്രാ ഗുരുദേ പാപം തദ്രാത്യാ പ്രതിമുച്യതേ സർവവർണേ മഹാദേവി സന്ധ്യാവിദ്യേ സരസ്വതി അജലേ അമലേ ദേവി സർവദേവി നമോസ്തുതേ തേജോസി ആദിത്യമന്ത്രേണ ദേവി പാവാഹേ തദാരുക്രമം തുദനുഷ്ഠാനന്ദ സർവം പൂർണ്ണമസ്തുമേ തദശാപവിമോക്ഷായ വിധാനം സംവിരാജനേ ബ്രഹ്മശാപസ്തോ വിശ്വാമിത്രസ്യ ധീവജ വസിഷ്ഠതാമൈതിരത്രം ശാപരത്നം ബ്രാഹ്മണ സ്മരണേ ബ്രഹ്മശാപോ വർത്തതേ വിശ്വാമിത്ര സ്മരണതോ വിശ്വാമിത്രസ്യ ശാപതാ വസിഷ്ഠ സ്മരണാതേ പദസ്യ ശാപോ വിനശ്യതി പത്മമധ്യേ പുരുഷം പുരാണം സത്യമാത്മകം സർവജഗൻ സർവബന്ധായതം പരമാത്മസത്യം ചിന്തോപമേകം വചസാമഗമ്യം അധന്യാസവിധി ഭക്ഷ്യേ സന്ധ്യായാം സംഭവമോകാരം പൂർവയേ പൂർവ്വവലി യോജ്യം തതോ മന്ത്രാന്തീരേ ഭൂരിക്താചമാഭ്യം നമ ഇത്യേവ ചോച്ചതേ
ഭൂമപൂർവം തുജാനുഭ്യം സ്വകണിഭ്യം നമോവദേ മഹാനാഭ്യേജന ശ്രീവാഹൃതേതപസ്തവാകണ്ഠാചതസ്യം ലലാടേ പരികീർത്തയേൽ അങ്കുഷ്ഠാഭ്യം തത്സവിതുർജാതർജനീഭ്യം വരണ്യകം ഭർഗോ ദേവസ്യ തത്സവിതുർ തർജനീഭ്യം വരണ്യകം ഭർഗോ ദേവസ്യാഭ്യാഭ്യാം ധീമഹി ദേവകീർത്തയേ അനാമികാഭ്യം ഗരിഷ്ഠാഭ്യാം ധിയോ യോ ന പരമ്പതേ പ്രാചോദയേൽ കരപൃഷ്ഠതലയോർവിന്ദസേ സുധീ ബ്രഹ്മാത്മനേ തത്സവിതുർഹൃദയായ നമസ്തഥാ വിഷ്ണുആത്മനേ വരണ്യം ച ശിരസാ നമയിത്യവേ ഭർഗോ ദേവസ്യ രുദ്രാത്മനേ ശുഖായേ പരികീർത്തനം ശക്തിയാത്മനേ ധീമഹി ദീപജായ തതഃപരം കാലാത്മനേ ധിയോ യോ ന നേത്രത്രയോദീരിതം പ്രാചോദയാച്ച സർവാത്മനേ സ്ത്രായ പരികീർത്തിതം അക്ഷരന്യാസമേവാഗ്രേ കഥയാമി മഹാമുനേ ഗായത്രീ വർണ്ണസംഭൂതോന്യാസഭാവഹരപ്ര പ്രണവം പൂർവമുച്ചാര്യ വർണ്ണന്യാസ പ്രകീർത്ത തൽക്കാരമാദൗച്ചാര്യ പാദാങ്കുഷ്ടദ്വയേന്യസേൽ സകാരം ഗുൽഭയോ തദ്വികാരം ജംഘേർണസേത് ജാഹ്നോസ്തുകാരം വിന്യസ്യ പൂർവോശ്ചൈവ വകാരകം രേകാരം ച കുദേനസ്യാന്യകാരം ലിംഗയേവ ച കട്യാം യകാരമേവാത്ര ഭകാരം നാഭിമണ്ഡലേ ഗോകാരം കൃതേന്യസ്യേത് ഏകാരം സ്തനയോർഭയോ വകാരം ഹൃദി വിന്യസ്യാസ്യകാരം കണ്ഠകൂപകേ ധീകാരം മുഖദേശേതു മകാരം താലുദേശകേ ഹ്രീകാരം നാസികാഗ്രേതുധികാരം നേത്രമണ്ഡലേ ഭ്രൂമധ്യേ ജൈവ യോഗാരേ യോഗാരം ജലനാടകേ നകാരം വൈ പൂർവമുഖേ പ്രകാരം ദക്ഷിണേ മുഖേ ചോകാരം പശ്ചിമമുഖേ നകാരം ചോത്തരേ മുഖേ യാകാരം മൂർധനി വിന്യസ്യാന്തകാരം വ്യാപകം ന്യസേൽ ഏതന്യാസവിധിം കേചിന്നേച്ഛന്തി ജപതൽപരാ തതോ ധ്യായൻ മഹാദേവീം ജഗന്മാതരമംബികാം ഭാസുൽ ജപാപ്രസൂനാഭം കുമാരീം പരമേശ്വരീം ജക്താംബുദാസാരൂഢാം രക്തബിന്ധാനുലേപനം രക്തമാല്യംബരധരാം ചതുരാസ്യാം ചതുർഭുജാം ത്രിനേത്രാം സുശ്രുഭോമാലാം പുണ്ഡികാം ജൈവ ബിഭ്രതീം സർവാഭരണസന്ദീപ്താം മൃഗ്വേദധ്യായിനീം പരാം ഹംസപത്രാഹവനീയം വ്യസ്തം ബ്രഹ്മദേവതാം ചതുഷ്പദാം അഷ്ടകോക്ഷ്യം സപ്തശീർഷം മഹേശ്വരീം അഗ്നിവക്രാം ദൃശികാം വിഷ്ണുചിത്താം തു ഭാവയേൽ ബ്രഹ്മാദകവചം യസ്യാഗോക്തം സാംഖ്യായനം സ്മൃതം ആദിത്യമണ്ഡലോ മണ്ഡലാന്തസ്താം ധ്യായേ ദേവം മഹേശ്വരീമേവം ധ്യാത്വാ വിധാനേന ഗായത്രീം വേദമാതരം തതോ മുദ്രാം കുറുകുർവീതാ ദേവ്യാ പ്രീതികരാ ശുഭാം സമ്മുഖം സമ്പുടം ജൈവ വിതതം വിസ്തൃതം തഥാദ്യമുഖം ത്രിമുഖം ജൈവ ചതുഷ്കം പഞ്ചകം തഥാ ഷൺമുഖാഥോമുഖം ജൈവ വ്യാപകാഞ്ജലികം തഥാ ശകടം യപവാശം ചാകൃതം സന്മുഖോന്മുഖം വിളംബം പുഷ്ടികം ജൈവ അസ്യം കൂർമ്മം വരാഹകം സിംഹാക്രാന്തം മഹാക്രാന്തം മുഗ്രം വല്ലഭം തഥാ ചതുർവിംശതി മുദ്രാശ്ച ഗായത്ര്യാ സമ്പ്രദർശയേൽ ശതാക്ഷരാം ച ഗായത്രീം സകൃതാഭർത്തേൽ സുധീഃ ചതുർവിംശത്യക്ഷരാണി ഗായത്ര്യാഗത്യതാനി ജാതവേദസ താംനീം ച ഋചമുച്ചാരയേത് തഥാ ത്രയംബകസ്യാർച്ചമാവൃത്യ ഗായത്ര്യാസതവർണക ഭവതീയം മഹാപുണ്യാസകൃജ്യപ്യാബുധൈര്യം ഓംകാരം പൂർവമുച്ചാര്യം പൂർവസ്വസ്ഥൈവ ച ചതുർവിംശത്യക്ഷരാം ച ഗായത്രീം വ്രജ പ്രോച്ചരേത് തഥാ ഏവം നിത്യം ജപം കുര്യാത് ബ്രാഹ്മണോ വിപ്രപുംഗവാസ സമഗ്രം ഫലം പ്രാപ്യ സന്ധ്യായാ സുഖമേധത്തെ ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ഏകാദശസ്കന്ധേ ഷോഡശോധ്യായാ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ മുത്തുകൊണ്ടുള്ള നവരത്നങ്ങളിൽ മുത്തുകൊണ്ടുള്ള മുട്ട കടന്നുപോയി വായിക്കണം. മധ്യഭോ പൂർവപ്രോക്താൻ തന്മധ്യേഷ്ടതലാംബുജം മുക്താമണികണാകീർണം വിസ്തൃതം തു സകേസരം തത്ര ദേവി സമാകാരാ ദേവ്യായുധധരാ സദാ സംപ്രോക്ത അഷ്ടമന്ത്രിണ്യോ ജഗദ്വാർത്താ പ്രബോധികാ ദേവീ സമാനഭോഗാസ്തായിങ്കിതജ്ഞാസ്തു പണ്ഡിതാ കുശലാ സർവകാര്യേഷു സ്വാമികാര്യപരായണാ ദേവ്യഭിപ്രായ ബോധ്യസ്ഥാ ചതുരാ അതിസുന്ദരാ നാനാശക്തിസമായുക്ത പ്രതിബ്രഹ്മാണ്ഡവർത്തിനാം പ്രാണിനാം താ സമാചാരം ജ്ഞാനശക്ത്യാ വിദന്തി ചാം താസാം നാമാനി വക്ഷ്യാമി മത്ത ശൃണുപവത്തമ
അനങ്കകുസുമാ പ്രോക്താപ്യനങ്കകുസുമാധുര അനങ്കമദനാ തദ്വത് അനങ്കമദനാതുര ഭുവനപാല ഗഗനവേഗാ ചൈവ തതഃ പരം ശശിരേഖാ ഗഗനരേഖാ ചൈവ തതഃ പരം പാശാങ്കുശവരാഭീനിധരാരുണ വിഗ്രഹാം വിശ്വസംബന്ധിനീം വർത്തം ബോധയന്തി പ്രതിക്ഷണം മുക്താസാലാവഗ്രഭാഗേ മഹാമാരകതോവര സാലോത്തമഃ സമുദ്ദിഷ്ടോ ദശയോജനദൈർഘ്യവാൻ നാനാസൗഭാഗ്യസംയുക്തോ നാനാഭോഗസമന്വദേവീ നാമസങ്കീർത്തനം വരതകം എന്ന ഒരു രത്നം കൊണ്ടുള്ള കോട്ടയാണ് ഇപ്പൊ കടന്നുപോയത്. വായിച്ചു. മധ്യഭൂസ്താദൃശീ പ്രോക്താ സദനാനിതൈവ ച ഷട്കോണമത്ര വിസ്തീർണം കോണസ്ഥാദേവതാ ശൃണു പൂർവകോണേ ചതുർവക്ത്രോ ഗായത്രീ സഹിതോ വിധി കുണ്ഠികാക്ഷഗുണാഭീതദണ്ഡായുധരപര തദായുധരാ ദേവി ഗായത്രീ പരദേവത വേദാ സർവേ മൂർത്തിമന്തഃ സ്മൃതയസ്സ പുരാണാനി മൂർത്തിമന്തി വസന്തി യേ ബ്രഹ്മവിഗ്രഹാ സന്തി ഗായത്രീ വിഗ്രഹാസ്തയേ വ്യാഹൃതീനാം വിഗ്രഹാസ്താതേ നിത്യം തത്ര സന്തി രക്ഷഃ കോണേ ശംഖചക്രഗദാംബുജ കരാംബുജ സാവിത്രീ വർത്തതേ തത്ര മഹാവിഷ്ണുശ്ച താദൃശ യേ വിഷ്ണുവിഗ്രഹാ സന്തി മത്സ്യകൂർമാദയോ ഖിലാഃ സാവിത്രീ വിഗ്രഹായേ ചാതേ സർവേ തത്ര സന്തി വായുകോണേ പരശ്വക്ഷമാലാഭയവരാന്വിത മഹാരുദ്രോ വർത്തതേ ത്രാ സരസ്വത്യപി താദൃശീ യേ യേ ദുരുദ്രഭേദാസ്യു ദക്ഷിണാസ്യാദയോ നൃപ ഗൗരീഭേദാശ്ച യേ സർവേ തേ തത്ര നിവസന്തി ചതുഷ്ഷഷ്ട്യാഗമാ യേ ചാന്യേപ്യാഗമാ സ്മൃതാഃ തേ സർവേ മൂർത്തിമന്തശ്ചാത്രൈവ നിവസന്തി അഗ്നികോണേ രത്നകുംഭം തഥാ മണികരണ്ഡകം തഥാ നോ നിജഹസ്താഭ്യാം കുബേരോ ധനദായക നാനാവീഥി സമായുക്തോ മഹാലക്ഷ്മീ സമന്വിത ദേവ്യാനിധിപതിസ്ത്വാസ്തേ സ്വഗുണൈ പരിവേഷ്ടിത വാരുണേതു മഹാകോണേ മദനോരതി സംയുത പാശാങ്കുശധനുർബാണധരോ നിത്യം വിരാജതേ ശൃംഗാരാമൂർത്തിമന്തസ്തു തത്ര സന്നിഹിതാ സദാ ഈശാനകോണേ വിഘ്നേശോ നിത്യം പുഷ്ടിസമന്വിത പാശാങ്കുശധരോർവീരോ വിഘ്നഹർത്താ വിരാജതേ വിഭൂതയോ ഗണേശസ്യായാ സന്തി നിർവോത്തമ താ സർവാ നിവസന്ത്യത്ര മഹേശ്വര്യസമന്വിതാഃ പ്രതിബ്രഹ്മാണ്ഡ സംസ്ഥാനാം ബ്രഹ്മാദീനാം സമഷ്ടയ ഏതേ ബ്രഹ്മാദയഃ പ്രോക്താ സേവന്തേ ജഗദീശ്വരീ മഹാമാരകതസ്യാഗ്രേ സ്വദയോജനദൈർഘ്യവാൻ പ്രബലസായോസ്ത്യപരം കുങ്കുമാരുണവിഗ്രഹഃ സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവി പതിതത്തോട്ടുള്ള പുസ്തകം എന്ന് പറയാം. മധ്യഭൂസ്ഥാദൃശീ പ്രോക്താ സദനാനി ച പൂർവവത് തന്മധ്യേ പഞ്ചഭൂതാനാം സ്വാമിന്യഃ പഞ്ചസന്തി ച ഹൃല്ലേഖാ ഗഗനാരിക്താ ചതുർത്ഥീതു കരാളിക മഹോക്ഷുഷ്മ പഞ്ചബീജ പഞ്ചഭൂതസമപ്രഭാ പാശാങ്കുശവരാഭീതിധാരിണ്യോമിതഭൂഷണാഃ ദേവീ സമാനവേഷാഖ്യാനവയൗവനഗർഭിതാഃ പ്രബാലസാലാവഗ്രേതു നവരത്നവിനിർമ്മിത ബഹയോജന വിസ്തീർണോ മഹാസാരോസ്തി ഭൂമിവ തത്ര ചാമുണ്ഡായ ദേവീനാം സദനാനി ബഹൂന്യപി നവരത്നമയാന്യേവ തഥാകാസസരാംസി ച സ്വദേവീ നാമസങ്കീർത്തനം. ശ്രീദേവ്യായേവ തത്ര നിവസന്തി മഹാവിദ്യാ മഹാഭേദാ സന്തി തത്രൈവ ഭൂമിവ നിജാവരണദേവീഭ്യം നിജഭൂഷണവാഹനൈ സർവദേവ്യോ വിരാജന്തേ കോടി സൂര്യസമപ്രഭാ സപ്തകോടി മഹാമന്ത്രദേവതാ സന്തി തത്ര ഹി നവരത്നമയാഗ്രേ ചിന്താമണിഗൃഹം മഹത് സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവീ ഭഗവതിയുടെ ചിന്താമണി ഗൃഹം എന്ന
അപ്രാപ്യം വസ്തുമാത്രം തൂ ചിന്താമണി നിർമ്മിതം സൂര്യോദ്ഗാരോപലൈസ്തദ്വത് ചന്ദ്രോദ്ഗാരോപലൈസ്തഥാ വിദ്യുൽപ്രഭുരോപലൈസ്തംഭാ കൽപ്പിതാസ്തു സഹസ്രശ യേഷാം പ്രഭാഭിനന്ദസ്ഥം വസ്തു കിഞ്ചിന്ന ദൃശ്യതേ. ശ്രീമദ്ദേവി ഭാഗവതേ ദ്വാദശസ്കന്ധേ ഏകാദശോധ്യായഃ. മണിദ്വീപത്തിൽ ചിന്താമണി ഗൃഹത്തിൽ ഭഗവതിയെ കണ്ടു എന്ന് വായിക്കാൻ പോവാം. ദേവീ ദർശനം അതാണ് അടുത്ത അധ്യായത്തിലെ വിഷയം. തദേവ ദേവീ സദനം മധ്യഭാഗേ വിരാജതേ സഹസ്രസ്തംഭ സംയുക്ത ചത്വാരാസ്തേഷു മണ്ഡപ ശൃംഗാരമണ്ഡപാശ്ചൈവോ മുക്തിമണ്ഡപേവ ചാർഗാനമണ്ഡപസത്യസ്തോത്രീയ പ്രതികീർത്തിത ഏകാന്തമണ്ഡപശ്ചൈവ ചതുർത്ഥ പ്രതികീർത്തിതാ താരാവിലാന സംയുക്താനാധൂപൈസ്തു ധൂപിതാ കോടിസൂര്യസമാകാന്താഭാജനതേ മണ്ഡപാശഭാ മണ്ഡപാനാംബരകാസ്മീരമണികാസ്പൃതാ മല്ലികാകുണ്ടകം അധികായത്ര പുഷ്പാലകാസ്ഥിത അസംഖ്യാവാമതേ പൂരിത ത്രിത്സഭാകൃത മഹാബ്രഹ്മാണവേദരത്ന സോപാനനിർമ്മിത സുധാരസേന സമ്പൂർണാബിന്ദൻ ഭക്തമധൂർത ഹംസകാരന്തവാഗീർണാം ഗന്ധധൂകോവിലവിക്കട മണികാനാം സുമന്ധൈസ്തു മണിദ്വീപം സുവാസിതം ശൃംഗാരമണ്ഡലേ ദീർഘോഗാനന്ദൻ വിധൈസ്വരൈഃ നഭാസതോവേ ദേവവശാമധ്യേ ശ്രീ ജഗദംബികാ മുക്തിമണ്ഡപമധ്യേതുമോദയത്തിജം ശിവാ ജ്ഞാനോപദേശം കുരുതേ കൃതീയേരമണ്ഡപേ ചതുർത്ഥമണ്ഡപേ ചൈവ ജഗദ്രക്ഷാവിചിന്തനം മന്ത്രീ സഹിതം നിത്യം കരോതി ജഗദംബികാ ചിന്താമണിഗേരാജം ശക്തിതത്വാത്മകൈഃ പരൈഃ സോപാനേ ദശവിയുക്തോ പഞ്ചമോ പ്രതിരാജതേ ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ഈശ്വരശ്ച സദാശിവ ഏതേ പഞ്ചപുരാപ്രോക്താം ഫലകസ്തു സദാശിവാ തസ്യോപരി മഹാദേവീ ഭുവനേശീ വിരാജതേ യാ ദേവീ നിജലീലാർത്ഥം നിധാമൂഢാമഭൂമഃ സൃജ്യാദോതു സ ഏവായം തദർത്ഥാംഗോ മഹേശ്വര കന്ദർപ്പദർപ്പനാശോദ്യർപ്പനാശോദ്യർ കോടി കന്ദർപ്പസുന്ദര പഞ്ചവക്രസ്ത്രിനേത്രശ്ചാമണിഭൂഷഭൂഷിത ഹരിരാഭീതിപരശൂർവരം ച നിജമാഭുഭേ ഷോഡശാബ്ദാസോ ദേവ സർവേശ്വരോപഹ കോടിസൂര്യപ്രതീകാശ ചന്ദ്രഗോസുശീതല ശുദ്ധസ്ഫടികസംഗാസത്രിനേത്രശീതമദ്യുതി വാമാംഗേ സന്നിഷണ്ണാസ്യ ദേവീ ശ്രീ ഭുവനേശ്വരി ശുദ്ധസ്ഫടിക സംഗാശത്രിനേത്രശീതമദ്യുതി വാമാംഗേ സന്നിഷണ്ണാസ്യേ ദേവീ ശ്രീ ഭുവനേശ്വരി നവ രത്നകരാകീർണകാഞ്ചീതാമവിരാജിത തപ്തകാഞ്ജനസന്നദ്ധവൈഡൂര്യാംഗഭൂഷണ കനകശ്രീ കനശ്രീ ചക്രതാടംഗവിടംഗവദനാംബുജാലകാണ്ഡകാന്തി വിഭവ വിജിതാർത്ഥസുധാകര ബിംബകാന്തിരസ്കാരിതനക്ഷത വിരാജിത ലസൽ കുങ്കുമകസ്തൂരി തിലകോദ്ഭാസിതാരണ ദിവ്യചൂടാമണി സ്ഫാന ചഞ്ചൽ ചന്ദ്രകസൂര്യകാമിദ്യോക്കവി സമസ്വച്ഛ നാസാഭരണഭാസുരാ ചിന്താകലംബെ സ്വച്ഛ മുക്താകുച്ഛ വിരാജിത പാരീരപങ്കകർപ്പൂര കുങ്കുമാലങ്കൃതസ്ഥലീ വിചിത്ര വിവിധാകൽപാകമ്പു സങ്കാശകന്ധര ദാരിമീഫല ബീജാഭ ദന്തപംക്തി വിരാജിത അനർഘ്യരത്നഘടിത മുകുടാഞ്ചിത മസ്തക മത്താളി ബാലാ വിലസത നഗാഢ്യമുഖാംബുജാ കളങ്കകാർശ്യ നിർമുക്ത ശരചന്ദ്ര നിഭാനന ജാനവി സരിരാവർത്ത ശോഭിതാഭി വിഭൂഷിത മാണിക്യാശകരാബദ്ധമുദ്രികാങ്കുലി ഭൂഷിത പുണ്ഡരീക ഗദാകാര നയനത്രയ സുന്ദരീ കൽപ്പിതാക്ഷ മഹാ
പത്മജാമോജ്വലപ്രഭ രത്നകിങ്കിണികായുക്ത രത്നകങ്കണശോഭിത മണിമുക്ത മണിമുക്താസാരപാലസൽപദസന്തതി രത്നാങ്കുലീ പവിത്രാത പ്രഭാജാലശിരസർക്കര കഞ്ചുകീ കുംഭിനാ പാലരത്നാരത്നാദ്യുതി തതിദ്യുതിമല്ലികാമോദിധിമ്മിൽ ധമ്മില്ല മല്ലികാനിരസാമൃതാസുവർത്ത നിബിഡോത്തുംഗ കുജഭാര ആനസാശിവ വരപാശാങ്കുശ ഭീതിരസദ്ബാഹു ചതുഷ്ടയ സർവശൃംഗാരമേഷാഭ്യാ സുകുമാരംഗവല്ലഭീ സംവിദ്യധാര സർവസ്വാമിർവ്യാചകരുണാമയീ നിജസല്ലാപമാധുര്യവിനിർഭത്സതഗച്ഛമി കോടി കോടീനവീന്ദൂനാം കാന്തിം യാതിഭ്രവീപര നാനാസഖീഭിർദാസീഭിः തഥാ ദേവാംഗനാദിഭിः സർവാഭിർദേവതാഭിസ്തോ സമന്താൽപരിവേക്ഷിത ഇച്ഛാശക്തിയാ ജ്ഞാനശക്തിയാ ക്രിയാശക്തിയാ സമന്വിത ലജ്ജാപുഷ്ടി തഥാ പുഷ്പികീർത്തി കാന്തി ക്ഷമാ ദയാ ബുദ്ധിർമേധാ സ്മൃതം ലക്ഷ്മീർമൂർത്തിമത്യോം ജലാസ്മൃത ജയാജയ നിത്യാവിനാശിനി തോത്രീ ത്വഘോരമംഗളാം പീഠശക്തയേവാസ്തോ സേവന്തേയാംബരാംബികാം തസ്യാസ്തോ പാർശ്വഭാഗേ സ്തോ വിധി തൗ ശംഖമം പത്മകം നവരത്നമഹാമദ്യത്തഥാ വൈ കാഞ്ചനസ്രവ സപ്തധാതുമഹാമദ്യോതിഥിഭ്യാം നിർഗതാം സുധാ സിന്ധുന്ദകാമിന്യഃ താ സർവാണുഹത്തമ സാ ദേവീ ഭുവനേശാനി തദ്വാംഗേ വിരാജിതാ സർവേശത്വം മഹേശസ്യ യത്സംഗാദേവനന്യഥാ ചിങ്കാമൃഗസ്യ പ്രമാണം ശൃണു ഭൂമിപാ സഹസ്രയോജനായാം മഹാന്തസ്തൽപ്രദക്ഷണേ തദുത്തരേ മഹാശാലാ പൂർവസ്മാത് വിഗുണാസ്മൃത അന്തരീക്ഷജലം നിരാധാരം വിരാജത്തെ സങ്കോചശ്ച വികാസശ്ചാജായത്തെ നിരന്തരം പടവൽ കാര്യവശതപ്രളയ സർജനേ തഥാ ശാലാനാം ചൈവ സർവേഷാം സർവകാന്തി പരാവധി ചിന്താമണി ഗൃഹം പ്രോക്തം യത്ര ദേവീ മഹോ മയീ ये ये उपासकासन्ति प्रतिब्रह्माण्डमूर्तिना देवेषु नागलोकेषु मनुष्येषु जलेषु च श्रीदेव्यास्ते सर्वेऽपि प्रसन्त्यत्रैव भूमिपा देवी क्षेत्रे जयतिजन्ते प्राणान्देव्यर्चनेरतान्ते सर्वे यान्ते यत्र देवी महोत्सवा कृतकुल्या बुद्धकुल्या दधिकुल्या मधुस्रवा स्यन्दन्ते सर्वः सर्वाः तथा मुरमहापरा लाक्षारसमहाकांश्च जम्बूरसमहापरा आम्रेक्षुरसमाहिन्यं मध्यस्थास्तु सहस्रशामनोरथफला वृक्षामाप्य पूर्वाः तथैव च यथेष्टा भावमानवनदानं न्यूनं किञ्चिदस्ति न रोगपलितं वापि जना वापि कदाचन न चिन्ता न च वात्सल्यं कामक्रोधादिकं च तथा सर्वे मानशस्त्रेण सहस्रादित्यप्रशसा भजन्ति सततं देवी तत्र श्रीभुवनेश्वरी केजल सलोकदा वन्ना केजल सामीप्यदं गदा सलोकदं गदा केजल साधिक्यं च तां च परेगदा या यास्तु देवता तत्र प्रतिब्रह्माण्डवर्तिना समष्टयस्थितास्तास्तु सेवन्ते जगदीश्वरीं सप्तकोटि महामन्त्रामूर्तिमन्दोपासते महाविद्या च सकला साम्यावस्थात्मिकां शिवां कारणं ब्रह्मरूपान्तो माया शबल विग्रहाम् इत्थं राजन्मया प्रोक्तं मणिग्रीवं महत्तरं न चोरि सूर्येन्द्रो विद्युर्योक्ति तथैव च एतस्या भासा कोट्यं चेनाभिदेशना क्वचित् विद्रुमसङ्काशं विजिन्मर्दगच्छति विद्युद्भानुसमच्छाया मध्यसूर्यसमं विजिन् विद्युत्कोटि महाभारासारकान्ति ततं विजिन् क्वचित् सिन्दूरनीरेन्द्रमाणिक्यसदृशच्छति हीरसार महागर्भा दग्धा दिक्तटं कान्त्या दामान्यसंतप्तकाञ्चनसन्निभं क्वचित् चन्द्रोऽल्पो चन्द्रोपवर्गारं सूर्योद्गारं च कुत्रचित् कुत्रचित् रत्नशन्ति समायुक्तं नानाप्राकार गोपुरं रत्नपत्रैः रत्नफलैः वृक्षैश्च परिमण्डितं नृत्यमेव सङ्गीश्च कपूररहितोज्ज्वलं भोगिना काकलीलाभैषुकाराभिश्च शोभितं सुरम्यरमणीयाम्बुलक्षापतिसरोवरं मध्यभागाविरसत् विगतरत्नापङ्कजैः सुगन्धिनी समन्तात्ववासनं सदयोजनं मन्दारमानवसंभिन्नचलद्रुमसामाकुलं चिन्तामणिसमूहं प्रभावितयो
ോജ്വലം മനീജാലകസംഛിദ്ര തരണോദരകാന്തഭി ദിഗ്മോഹജനകം തൈതർപ്പണോദര സംയുതം ഐശ്വര്യസ്യാസമസ്യ സർവോത്തമാഗുണസ്തുജാ സർവജ്ഞതയാ സർവായാസത്തേജ തേജസ്സാഖിലസ്യ പരാക്രമസർവസ്യ സർവോത്തമസ്യ സകലായാതയായ ച സമാത്രിക ഭൂപദായ കാദ്യ ആനന്ദമാനുഭ്യം ബ്രഹ്മലോകാന്തഭൂമിഷു ആനന്ദായ സ്ഥിതാ സർവേ തേ അപ്രീമന്തർഭവന്തി സർവഭാവനിരശ്വരി പ്രാണോർക്കമനസന്ധോത്ത് സ്മൃത്വാദപ്രേതഗച്ഛതി അധ്യായ പഞ്ചകത്തിൽ പറയുന്നിത്യം സമാഹിത ഭൂതപ്രേതവിശാചാദാഹാരപ്രഭുവൈ നവീന ജഗതന്മാരെ വാസ്തുയോഗ്യത ദേവചാപതിപ്രവർത്തേന കല്യാണം തേന ജായതേ ശ്രീമദ്ദേവി ഭാഗവതേ ദ്വാദശസ്കന്ധേ ദ്വാദശോധ്യായ